എന്നെ ഒരിക്കല് ഞാൻ മണിച്ചേട്ടനെ വിളിച്ചപ്പോൾ മണിച്ചേട്ടൻ എവിടെയുണ്ട് നീ? ഞാൻ പറഞ്ഞ് ചാലക്കുടി വഴി പോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് ഒന്ന് ഇവിടെ ഇറങ്ങൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ഇറങ്ങിയപ്പോൾ ഒരു കായുകൊണ്ട കൊടുത്ത് ഒരു ബുള്ളറ്റിന് വന്ന് രീതിയിൽ എന്നെ ബുള്ളറ്റിൽ കയറ്റിയിട്ട് എല്ലായിടത്തും മണിക്കൂടാരം എന്ന് പറഞ്ഞൊരു നേര വീടുകൾ എല്ലായിടത്തും കൊണ്ടേ കാണിച്ചു. ഇവരെ തറവാട്ടിൽ കൊണ്ടുപോയി. അന്ന് അമ്മയുണ്ട്, അമ്മേനെയൊക്കെ പരിചയപ്പെടുത്തി എല്ലാം കഴിഞ്ഞു. പിന്നെ ഒരിക്കലും ഒരു സഹോദരിയുടെ പെങ്ങളുടെ കല്യാണത്തിനോ എന്തിനോ പെങ്ങളുടെ മോളുടെ കല്യാണത്തിനോ എന്നെ വിളിച്ചിട്ട് ഞാനവിടെ രാത്രി ഒരുപാട് വൈകിയാണ്. ഹൈദരാബാദിൽ നിന്ന് വന്ന് ഒരുപാട് രാത്രിയായി. അപ്പോൾ മണിച്ചേട്ടൻ കിടക്കണേ. ഞാൻ മണിച്ചേട്ടൻ്റെ വീട്ടില്ല. അപ്പോൾ മണിച്ചേട്ടൻ്റെ വീട്ടിലധികം സുഹൃത്തുക്കളൊന്നും അങ്ങനെ കയറിയിട്ടൊന്നുമില്ല. ഞാൻ കയറി മണിച്ചേട്ടനെ തട്ടി വിളിച്ചിട്ട് അയ്യോ എന്താണ് ഇത്ര വൈകിയത്? ഞാൻ ഹൈദരാബാദിൽ നിന്ന് വന്ന വഴിയാണ്, അപ്പോൾ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ വൈഫിനെയൊക്കെ പരിചയപ്പെടുത്തി അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഒരു സ്നേഹം കാണിക്കണതിൽ ഈ പറഞ്ഞ രാമകൃഷ്ണൻ്റെ കാര്യത്തിലാണെങ്കിൽ രാമകൃഷ്ണന് പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ ഒരുപാട് ശിഷ്യഗണങ്ങളുണ്ട്, നമ്മളെല്ലാം കാണുന്നുണ്ട്. പണ്ടത്തെ ഒരു രാമകൃഷ്ണനിൽ നിന്ന് മാറിയിട്ട് ഒരുപാട് ശിഷ്യഗണങ്ങളുണ്ട് അല്ലേ? എത്ര പേരുണ്ട് ഇപ്പോൾ ഏകദേശം? എണ്ണി നോക്കിയിട്ടില്ല. ഇത് ചേട്ടൻ വെച്ച് തന്ന നമ്മുടെ കലാസ്ഥാപനം, അതായത് അച്ഛൻ്റെ പേരിൽ 2013 ചേട്ടൻ ഒരു കലാസ്ഥാപനം വെച്ച് തന്നിരുന്നല്ലോ. അപ്പോൾ അവിടെ ചേട്ടൻ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കല പഠിക്കാനുണ്ടായ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, സാഹചര്യങ്ങൾ, അത് ഇനി വരുന്ന അല്ലെങ്കിൽ കലയെ ഇഷ്ടപ്പെടുന്ന വരുന്ന ഒരു കുട്ടിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ അത് ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം അച്ഛൻ്റെ അമ്മയുടെയും പേരിൽ ആ സ്മാരകം വെച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ വേറെ എവിടെയും പോകാണ്ട് ഒരുപക്ഷെ നമുക്കൊരു അവിടെ നിന്ന് ഒരു ലാഭമോ അല്ലെങ്കിൽ ജീവിക്കാനുള്ള നിവൃത്തിയൊന്നും അവിടെ നിന്ന് ഇല്ലെങ്കിൽ പോലും നമ്മളവിടെ ഇപ്പോഴും ചേട്ടൻ പറഞ്ഞു തന്ന വാക്കിനെ അർത്ഥവത്താക്കിക്കൊണ്ട് വരുന്ന ഒരുപാട് കലാകാരന്മാർക്കും കലാകാരികൾക്കും അവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്. കുട്ടികളുടെ എണ്ണം നോക്കാറില്ല, വരുന്നവർ വരും, പഠിക്കുന്നു, നമ്മളെ കൊണ്ടാവുന്നു, ചെയ്യുന്നു. ഫീസ് തരാൻ പറ്റുന്നവർ ഫീസ് തരുന്നു, ഇല്ലാത്തവർക്ക് സാമ്പത്തിക സഹായങ്ങൾ അല്ലെങ്കിൽ ഫീസിൻ്റെ ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുന്നു. ഈ മണിച്ചേട്ടൻ, എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ ആറ്റിങ്ങൽ ഭാഗത്തുള്ള ഒരു കുട്ടിക്ക് കണ്ണ് ഓപ്പറേഷന് പൈസ കൊടുക്കാൻ തീരുമാനിക്കുകയും ആ പൈസ കൊടുക്കുന്ന ചടങ്ങിന് അദ്ദേഹത്തിന്റെ വീടിനടുത്ത് പുഴയുടെ തീരത്ത് പ്രോഗ്രാം വെക്കുകയും ചെയ്തു. അന്ന് ഞാൻ സലീംകുമാറിന്റെ ട്രൂപ്പിലാണ്. അപ്പൊ സലീമേട്ടനായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, എടാ നിന്റെ ട്രൂപ്പിലുള്ളവരെ ഒന്ന് ഇങ്ങോട്ട് വിടുവോ, ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ സലീമേട്ടനോട് എത്ര രൂപ പരിപാടിക്ക് എന്ന് ചോദിച്ചപ്പം സലീമേട്ടൻ പറഞ്ഞു, നിന്റെ പരിപാടിക്ക് അങ്ങനൊന്നുമില്ല, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ പോയി. പക്ഷെ സലീമേട്ടൻ നമുക്ക് പൈസ തരാന്നുള്ള സെറ്റപ്പിലാണ്. സലീമേട്ടൻ പൈസ തരും, ഞങ്ങളവിടെ പരിപാടി ചെയ്തു. അപ്പോൾ പരിപാടി ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി കയറിയപ്പം എനിക്ക് ഒരു മണിച്ചേട്ടൻ വന്നിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ കുറേ പൈസ തന്നിട്ട് അവനോട് സലീമിനോട് പറയണ്ട കേട്ടോ, ഞാൻ പൈസ ഒന്നും പറയണ്ട, അവൻ ചിലപ്പോൾ അത് ഇതൊക്കെ പറയും, നിങ്ങളെടുത്ത് ആരോടും പറയാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും അന്ന് കുറച്ച് പൈസ തരികയും വിടുകയൊക്കെ ചെയ്തു. ഇന്നുമല്ല, മണിച്ചേട്ടൻ്റെ കാര്യത്തിൽ രാമകൃഷ്ണൻ ഒരു ഇമോഷണൽ തലത്തിൽ വളരെ വീക്കാണ്, വേറൊരു ഭയങ്കര മൈൻഡ് സെറ്റിലാണ്. അത് നമുക്ക് ആ തകർച്ച എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് അന്ന് മാർച്ച് 6, 2016 മാർച്ച് 6 നിന്ന് ഒരു ദിവസം പോലും ഞങ്ങൾക്ക് മാറ്റം വന്നിട്ടില്ല. അല്ലടാ, അത് പിഷു എന്താ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് തന്നെ അവൻ നമ്മളുടെ ഇന്ന് നമ്മളുടെ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ തന്നെ അതായത് നമ്മൾ അടുത്ത ഈ രാമകൃഷ്ണനേക്കാളും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പരിചയപ്പെട്ട നമ്മൾ സുഹൃത്തുക്കൾക്ക് തന്നെ നമ്മൾ പോലും മനസ്സുകൊണ്ട് അവനിപ്പോഴും ഉണ്ട് എന്നുള്ള ഒരു നാദർഷക്ക് ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നമ്മളിങ്ങനെ കുറെ പറഞ്ഞു. ഇപ്പൊ നാദർഷക്ക് ഒരു ദിവസം പറഞ്ഞുകൊണ്ട് ഇപ്പൊ മണിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു സമാധാനം വരുന്നു, വർത്താനം പറയാനും ഇരിക്കാനെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ധൈര്യം എഴുന്നവൻ ശരിക്കും നമ്മൾ ഫ്രണ്ട്സിന് ഒരു ആത്മവിശ്വാസം, അതായത് അവനൊരു ധൈര്യം എന്ന് പറയുന്നത് ഇപ്പോൾ മണിയേക്കാൾ ഒരുപാട് സീനിയറാണ് അശോകൻ ചേട്ടൻ. സലീംകുമാറിനാണെങ്കിലും എനിക്കാണെങ്കിലും അശോകൻ ചേട്ടനാണെങ്കിലും ദിലീപിനാണെങ്കിലും ഞങ്ങളൊക്കെ കൂടി ഒരുമിച്ചാണല്ലോ ഒരുപാട് ഷോസ് പോയിട്ടുണ്ടല്ലോ. ആ ഒരു ചങ്കുറ്റ, അതായത് ചാലക്കുടിയിൽ ഞങ്ങളുടെ ഒരാളുണ്ട്, എന്തിനും ഞങ്ങൾക്ക് ബലത്തിനൊരാളുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അത്ര അഭിനയത്തിനുള്ള പ്രത്യേക പരാമർശം, നാഷണൽ അവാർഡ്, ജൂറി പുരസ്കാരം, സംസ്ഥാന അവാർഡ് ഒക്കെ കിട്ടുന്ന ആ ലെവലിലുള്ള പ്രകടനങ്ങളിലേക്ക് പിന്നീട് അദ്ദേഹം എത്തി. 4-5 സംസ്ഥാനങ്ങളിൽ 4-5 ഭാഷകളിൽ ഒക്കെ ഉള്ള വലിയ വലിയ പ്രകടനങ്ങളിലേക്ക് പോയി. രാമകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം രാമകൃഷ്ണൻ ഇപ്പോൾ ആദ്യം പറഞ്ഞു മണിച്ചേട്ടൻ്റെ അനിയൻ, ഈ മണിച്ചേട്ടൻ്റെ അനിയൻ എന്ന് പറയുന്നത് കുറേ നാള് വലിയ പ്രിവിലേജുമാണ്, കുറേ നാള് രാമകൃഷ്ണന് വലിയ ബാധ്യതയുമാണ്. രാമകൃഷ്ണൻ ഇപ്പോൾ പാടുന്നില്ല എന്ന് പറയുമ്പോഴാണ് ഞാൻ പറഞ്ഞത്, മണിച്ചേട്ടൻ പോകുന്ന വഴികളിലല്ല രാമകൃഷ്ണൻ പിന്നീട് പോയത്. അഭിനയിക്കാൻ വിളിച്ചപ്പോൾ അവിടെ പോയില്ല, പാട്ട് പാടുന്നില്ലെന്ന് പറഞ്ഞു. പൂർണ്ണമായിട്ട് പാട്ട് വിനയൻ സാറ് പറഞ്ഞിട്ട്
ആ പടത്തിൽ ഇപ്പോൾ പാടിയിരിക്കുന്നത് ഞാനാണ്. ആ. ചാലക്കുടി ചന്തയ്ക്ക് പോയപ്പോൾ പടത്തിന് വേണ്ടി പാടിയത് ഞാനായിരുന്നു. ആ പാട്ട് പാടിയിട്ടുണ്ട്. അതെ, ആ. ഈ ഛോട്ടാ മുംബൈയിലെ വില്ലൻ അല്ലെങ്കിൽ നടേശൻ എന്ന് പറയുന്ന വില്ലൻ അതൊരു ഗംഭീര കഥാപാത്രമാണ്. ഇനി അവിടെ നിന്ന് എടുത്ത് ബാച്ചിലർ പാർട്ടിയിലേക്ക് വന്നാൽ ബാച്ചിലർ പാർട്ടിയിൽ ഒരു 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 സ്റ്റൈലുണ്ടല്ലോ. നമ്മൾ മണിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഏതോ ഒരു ഗ്രാമവും ഗ്രാമപ്രദേശവും കൃഷിയും എന്നൊക്കെ പറയുന്ന ആ പ്രദേശം അദ്ദേഹത്തിന് ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഒരു പ്രദേശം. അവിടെ ഒക്കെ ആണെങ്കിലും ബാച്ചിലർ പാർട്ടിയിലോട്ടൊക്കെ എത്തുമ്പം അദ്ദേഹത്തിന്റെ ഒരു ഒരു സ്റ്റൈൽ സെൻസ് എന്ന് പറയുന്നത്, സ്റ്റൈലായിട്ട് ചില കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിലെല്ലാം അതിഗംഭീരമായിട്ടുള്ള പ്രകടനങ്ങളാണ് മണിച്ചേട്ടൻ കാഴ്ചവെച്ചിട്ടുള്ളത്. തിരിച്ച് രാമകൃഷ്ണൻ അടുത്തേക്ക് വന്ന്, രാമകൃഷ്ണൻ മണിച്ചേട്ടനുമായിട്ട് ഒന്നിച്ച് അദ്ദേഹം ഒന്നിച്ച് സിനിമ കാണാൻ പോയിട്ടുണ്ടോ? ഫസ്റ്റ് ആദ്യത്തെ സിനിമ തന്നെ സല്ലാപം. അത് ഞങ്ങളുടെ അച്ഛനൊന്നും തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ടുള്ള ശീലം തന്നെ ഇല്ല. അച്ഛൻ ഷർട്ട് ഇടൂല. അത് കഴിഞ്ഞാൽ ആ ചാലക്കുടി കണിച്ചായ്സിൽ ആദ്യമായിട്ട് സല്ലാപം വന്ന സമയത്ത് അച്ഛനെയും അമ്മേനെയും കൊണ്ടുപോകേണ്ട ചുമതല എനിക്കായിരുന്നു. അപ്പോൾ ചേട്ടൻ അവിടെ വരും. അപ്പോൾ അച്ഛനെയും ഈ ഒരു ചെറിയൊരു ഷർട്ടൊക്കെ വാങ്ങിച്ച് നിർബന്ധിച്ച് ഷർട്ടൊക്കെ ഇടിച്ച് തിയേറ്ററിൽ കൊണ്ടുപോയി ഇരുത്തി. കുറേ കഴിഞ്ഞപ്പം ചേട്ടൻ്റെ സീനൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ സിനിമയിലേക്ക് ഇൻവോൾവ്മെൻ്റ് ആയിട്ടിരിക്കും. അച്ഛൻ അറിയാണ്ട് ഷർട്ടൊക്കെ ഒരു തോളിലിട്ടു. അത് കഴിഞ്ഞ് മനോജ്ക്ക് ചെയ്യാൻ ചേട്ടനെ തലണ സീൻ വന്നപ്പോഴത്തേക്കും എഴുന്നേറ്റ് ഇങ്ങനെ സ്റ്റെപ്പ് ആണല്ലോ. അപ്പോൾ ഈ സ്റ്റെപ്പുള്ള കാര്യമൊന്നും ആൾക്കറിയില്ല. ആളിപ്പോൾ ഇറങ്ങി അങ്ങനെ തന്നെ തലയും കുത്തി വീണു. അവിടെ നിന്ന് ആ ഫസ്റ്റ് ഷോ തന്നെ കാണാൻ പറ്റാണ്ട് ചേട്ടനും ഞാനും അച്ഛനെ പിന്നെ തിയേറ്ററിൽ നിന്ന് ഇറക്കി വിട്ടു. ചേട്ടന് ഫസ്റ്റ് ഷോ എനിക്ക് തോന്നുന്നത് കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. ഞാൻ അച്ഛനെയും കൊണ്ട് പിന്നെ വീട്ടിലേക്ക് പോകുന്നു. ആൾക്കിതൊന്നും മക്കളെ ഒരാൾ ചീത്ത പറയുന്നതോ തല്ലുന്നതോ ഒന്നും ആൾക്ക് ഇഷ്ടമല്ല. അങ്ങനെയാണ് അതിനുശേഷം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എടാ ഞാൻ ആ അച്ഛനെ കൊണ്ട് ആ പടം കാണാൻ പറ്റില്ലേ സല്ലാപം. അച്ഛൻ പറഞ്ഞ എൻ്റെ അടുത്ത് പറഞ്ഞു നാളെ തന്നെ അവനെ വീട്ടിൽ പോയി തല്ലി. മനോജ് ജയൻ ആളെ കിട്ടിയ അപ്പ അടിക്കും. അത്രയ്ക്കും ദേഷ്യമായിരുന്നു. വീട്ടിൽ വന്നിട്ട് വരെ ആ ദേഷ്യം മാറിയിട്ടുണ്ടായിരുന്നില്ല. അതില് മണിച്ചേട്ടന് ആദ്യം ഞാൻ മനോജ് കെ ജയൻ ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണം അതിൽ മനോജ് കെ ചേട്ടൻ ഒരു റെയിൽവേ പാളത്തിന്റെ അവിടെ നിന്ന് ഒരു തള്ളുമ്പോൾ മണിച്ചേട്ടൻ പുറകിലോട്ട് വീഴുന്ന ഒരു സീനുണ്ട്. ഇപ്പോഴും ആ സിനിമ കാണേണ്ട ഒരു യൂട്യൂബ് എടുത്ത് നോക്കിക്കോളൂ. അതായത് ആ വീഴ്ച പുള്ളി ഒരു വീടല് വീണേക്കുന്ന പടക്കോന്നും പറഞ്ഞ് മെറ്റല് ഇട്ടൊരു പറമ്പിലോട്ട് പുറന്തല്ലി വീഴുക എന്ന് പറഞ്ഞ ഒരു ഒറ്റ വീഴ്ചയാണ് മണിച്ചേട്ടൻ വീണേക്കുന്നത്. ആ സമയത്തൊരു ഈ രക്ഷപ്പെടണം എങ്ങനെയെങ്കിലും എന്നുള്ളൊരു മനുഷ്യന്റെ കൊതി കൊണ്ടുള്ളൊരു ഒറിജിനാലിറ്റി ശേഷമാണ് അവൻ മറുമലർച്ചി എന്ന് പറഞ്ഞ സിനിമയില് പോയിട്ട് തെങ്ങിന്റെ മുകളിൽ നിന്ന് ഊർന്നു തെങ്ങല്ല പനയായിരുന്നു. ഈ സ്ത്രീവേഷം കെട്ടിയിട്ടായിരുന്നു കയറിയത്. അപ്പൊ ഈ അടിയിലിട്ടിരിക്കുന്ന അടിപ്പാവാട ഊരി പോന്നു. അപ്പൊ കയറാൻ പറ്റാത്ത ഒരു പ്രശ്നമായി. നേരെ ഈ ഇതിന്റെ പനയുടെയും മുള്ളുകളൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. നിറയെ ഇങ്ങനെ എന്താ പറയാ വീട്ടിലേക്ക് ഇങ്ങനെ പൊതിഞ്ഞു കെട്ടി പോലെ അവസ്ഥയിലാണ്. മറുമലർച്ചി എന്നോട് മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹമാണ് അവിടെ കൊണ്ട് ഇന്ന പോലെ ഒരാളുണ്ട് അയാളൊരു വേഷം ചെയ്യാന്ന് പറഞ്ഞ് അവിടെ റെക്കമെൻഡ് ചെയ്യുന്നതും കൊണ്ടുപോയി ആക്കുന്നതും. അത് മുഴുവനും ചേട്ടനെ ഡ്രസ്സ് ചെയ്ത് ഉണക്കി എല്ലാ ദിവസത്തെ പരിപാടികളും നമുക്കായിരുന്നു. നമ്മളാണ് അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അത്രയ്ക്കും ഒരു എന്താ പറയുക, നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും നമുക്ക് ചേട്ടനില്ലാണ്ട് പറ്റില്ല. ഒരു ഓണം, ഒരു വിഷു, അല്ലെങ്കിൽ ഒരു രാത്രി ചേട്ടൻ വന്ന് കണ്ണാന്ന് വിളിക്കുന്നതോ ചേച്ചിന്ന് വിളിച്ച് കയറി വരുന്നോ ആ ഒരു ശബ്ദമാണ് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും. ഇന്നും ചേട്ടൻ വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത്. കാരണം ഞങ്ങൾക്കൊന്നും പറ്റില്ല ചേട്ടനില്ലാണ്ട്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ടില്ല. അതായത് ആ ചേട്ടനുള്ള ആ സമയത്തെക്കുറിച്ച് ഇന്ന് വരെയും ഞങ്ങൾ വീട്ടിൽ TV വെച്ചിട്ടില്ല. കാരണം എപ്പോഴെങ്കിലും ഇപ്പോൾ ഇവിടെ വന്നിരുന്നപ്പോൾ ഞാൻ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ആദ്യമായി എപ്പോഴെങ്കിലും ചേട്ടൻ്റെ ശബ്ദവും ഇതൊക്കെ TV വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചേച്ചി അങ്ങോട്ട് ഓടുമ്പോൾ ഞാൻ ഇങ്ങോട്ട് ഓടും പെങ്ങളെ. അപ്പോൾ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ചേട്ടനെ അങ്ങനെ കാണുമ്പോൾ. ചിലവർക്ക് അത് കാണുമ്പോഴായിരിക്കും ആശ്വാസം, നമുക്കത് കാണാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ചിലവരെ വിളിക്കുമ്പോൾ മിന്നാമിനിങ് എന്നുള്ള റിംഗ് ടോൺ ആയിരിക്കും കേൾക്കും. ഇത് കേൾക്കുമ്പോഴേക്കും നമുക്ക് പറ്റണില്ല. അതെന്താ അറിയില്ല, ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല.